പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് കുളക്കരയിൽ കടന്നതായ രോഗിയുടെ സൗഖ്യമാണ്. അതായത് ബെഥേസ്ദ കുളക്കരയിൽ കടന്നതായ രോഗിയുടെ സൗഖ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് 9-ാം വാക്യത്തിൽ ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. യേശുവിനോട് എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ മാത്രയിൽ അവൻ ആ കിടക്കയുമായിട്ട് എഴുന്നേൽക്കാനിടയായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ കിടന്ന എവിടായിരുന്നു? അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. കർത്താവ് പല സന്ദർഭങ്ങളിലും അതിലെ പോയിട്ടുണ്ട്. എന്നാൽ അതുവരെയും കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇവനോട് സൗഖ്യമാകാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവനെ കർത്താവ് ശ്രദ്ധിക്കാതിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ഉള്ളിൽ ഇവൻ ഉണ്ടായിരുന്നു. അവനെ സൗഖ്യമാക്കണം എന്നുള്ളൊരു ആഗ്രഹം കർത്താവിനുണ്ടായിരുന്നത് കൊണ്ട്. കാരണം ഇവൻ കഷ്ടപ്പെടുകയാണ്. അവന് നടക്കാൻ കഴിയത്തില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ല, ഒരു പരസഹായമില്ലാതെ അവന് ബാത്റൂമിൽ പോലും പോകാൻ കഴിയത്തില്ല. അങ്ങനത്തെ ഒരു അനുഭവത്തിലായിരുന്നു ആ വ്യക്തി, അല്ലെങ്കിൽ ആ രോഗി അവിടെ കിടന്നിരുന്നത്. അവൻ 1-2 ദിവസമൊന്നുമല്ല അവിടെ കിടന്നത്, 38 വർഷം രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ. അപ്പോൾ നമുക്ക് മനസ്സിലായ അയാൾക്ക് വയസ്സെത്ര നമുക്കറിയില്ല. പക്ഷേ 38 വർഷമായിട്ട് എങ്ങനെ രോഗം പിടിച്ചെന്ന് നമുക്കറിയത്തില്ല. ഏത് രോഗമാണെന്നും അതിനകത്ത് അവിടെ പറഞ്ഞിട്ടില്ല. ഏറെ കാലമായിരുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ പോയി സൗഖ്യം പ്രാപിക്കുകയാണ്. പക്ഷേ എനിക്ക് സൗഖ്യമാകാനൊക്കെ മനസ്സുണ്ടെങ്കിലും എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇറക്കുവാനേ എനിക്ക് ആരുമില്ലെന്ന് ഈ രോഗി ഇവൻ്റെ ഉള്ളിലെ അവസ്ഥ കർത്താവിനോട് അങ്ങ് പറഞ്ഞു. നമ്മളെല്ലാവരും ഉള്ളിലെ അവസ്ഥ കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് കർത്താവ് ചെയ്തു വരുന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് നമുക്കിത് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ രോഗിയെ നോക്കി നമുക്ക് പഠിക്കുവാനും കഴിയും. യേശു അവനോട് എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. അപ്പോൾ അവൻ്റെ സകലതും അവനവിടെ വിട്ടേച്ച് അവൻ എഴുന്നേൽക്കുകയാണ്. കർത്താവ് ചോദിച്ചു, നിനക്കൊരു മാറ്റം വരുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ഒരു വിടുതൽ പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ ആശ്രയിച്ച കൂളത്തെ നിനക്ക് വിടാൻ മനസ്സുണ്ടോ എന്നൊക്കെയും കർത്താവ് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്കുണ്ട് കർത്താവേ. അനേക സന്ദർഭങ്ങൾ കർത്താവ് അതിലെ യാത്ര ചെയ്തു പോയിട്ടും കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് വന്ന് ഇവനെ സൗഖ്യമാക്കി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ കിടന്നത് 5 മണ്ഡപം നമ്മൾ വായിക്കുന്നുണ്ട്. 5 മണ്ഡപം ഇന്നത്തെ ഹോസ്റ്റലുകളെക്കുറിച്ചൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡോർമിറ്ററികൾ എന്നൊക്കെ അതിന് പറയും. അതിനകത്ത് ആ നിരത്തി ആൾക്കാരെ ഇങ്ങനെ കിടത്തിയിട്ട് അവിടെ ഒരു വൈദ്യ ശുശ്രൂഷ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഈ വൈദ്യൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും അന്ധവിശ്വാസവും അനാചാരങ്ങളൊക്കെ നിറഞ്ഞതായ ഒരിടമായിരുന്നു ഈ ബെഥേസ്ദയുടെ കുളത്തിൻ്റെ ആ സ്ഥലം എന്ന് വെച്ചാൽ ഈ യെരുശലേമിലുള്ള ഈ സ്ഥലം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്താണ് ഇവിടെ അന്ധവിശ്വാസവും അനാചാരങ്ങളും നിറഞ്ഞതായ സ്ഥലത്തായിരുന്നു. എന്നാൽ കർത്താവ് ഇവനെ കണ്ട് കർത്താവിന് വേണമായിരുന്നു. അതുകൊണ്ട് കർത്താവിനെ പോയി സൗഖ്യമാക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുളം കലങ്ങുക എന്ന് പറയുന്നത് അത് ഒരിക്കലും വാസ്തവമായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രകാരം അത് ചരിത്രമൊക്കെ പറയുന്നത് ഒരിക്കലും കുളം കലങ്ങുവാൻ ഒരു ചാൻസസുമില്ല. കാരണം വലിയ മഴയും ഇടിമുഖങ്ങളും അല്ലെങ്കിൽ പ്രകൃതിദത്തമായ കാര്യങ്ങൾ, കാറ്റുകളെ, കോളുകളെ ഇതൊക്കെ അടിക്കുന്ന സമയത്ത് ഈ വെള്ളം കലങ്ങാറ് പതിവുണ്ട്. ഓരോ കുളങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഇടങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളൊക്കെ മലയാളത്തിൽ ജീവിക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്കറിയാം, വലിയ ഭയങ്കരമായ മഴ വരുമ്പോൾ ഊറ്റിലൊക്കെ വെള്ളം കലങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഊറുന്ന സമയത്ത് ഊറ്റി വരുന്നപ്പോഴേക്കും വെള്ളം കലങ്ങുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലായിരുന്നു ഈ കുളം കലങ്ങുന്നു എന്ന് പറയുന്നത്. ഇവർ വിശ്വസിച്ചിരുന്ന അതിലായിരുന്നു. അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരിടമായിരുന്നു ആ സ്ഥലം. അപ്പോൾ അതിൽ വിശ്വസിച്ചിട്ട് അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കുമെന്നൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് ആൾക്കാർ അവിടെ പോയി കിടന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കിടന്നത്. എന്നാൽ അന്ന് യേശു കർത്താവ് അതിലേ പോയപ്പോൾ അവന് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെന്ന് കർത്താവ് കണ്ടിട്ട് അവനോട് പറഞ്ഞു, നീ കിടക്കുന്ന സ്ഥലം അശുദ്ധമാണ്, അല്ലെങ്കിൽ അനാചാരങ്ങളുടെ നിറഞ്ഞ സ്ഥലമാണ്, ശന്തൽ പ്രബലാതി, നീ ഇന്ന് പകൽക്കാലം ഇവിടുന്ന് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ് കർത്താവിനെ എഴുന്നേൽപ്പിക്കാനിടയായി. അവൻ കിടക്കയോടുകൂടി
ഓടി എഴുന്നേറ്റ് മടങ്ങിപ്പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അനാചാരങ്ങളെന്ന് പറയുന്നത്? പലപ്പോഴും പിശാചിനെ ആരാധിച്ചുകൊണ്ടും പ്രകൃതിദത്തമായ കാലാവസ്ഥയെ ആരാധിച്ചുകൊണ്ടും പലപ്പോഴും പലയിടത്തും ഹിമാചലിലൊക്കെ തീ കത്തുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ തീ കത്തുന്നിടത്തൊക്കെയും അവിടെയും പോയിട്ട് അവർ ദൈവത്തെ ആരാധിക്കും. അവിടെ ഒരു ദൈവമുണ്ട്, ദേവിയുണ്ട്, ദേവനുണ്ടെന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കർത്താവ് വന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ സാധാരണ നിലയിൽ ഒരു വ്യക്തിയുടെ വിശ്വാസം അവന് അന്നേരം ആ സമയത്ത് ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു സൗഖ്യമാക്കിയതെന്നാൽ ഇവിടെ അവന് അശേഷം വിശ്വാസം ആവശ്യമായിരുന്നില്ല. പക്ഷെ അവനൊരു വിശ്വാസമില്ലായിരുന്നു. യേശു എന്നെ സൗഖ്യമാക്കുമെന്നൊക്കെ അവന് ഒരു വിശ്വാസമില്ലായിരുന്നു. അപ്പം അവൻ കാണാത്തത് ക്രിസ്തുവിൽ ആ സമയത്ത് അവനത് അനുഭവിച്ചറിയാനിടയായി. അപ്പോൾ നമുക്ക് കാണാവുന്നുണ്ട്, ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രമേ നമുക്കൊരു സൗഖ്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ സമയം, ദൈവം ഏത് സമയത്താണ് സൗഖ്യമാക്കുന്നത് നമുക്കറിയത്തില്ല. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 25 വർഷം കാത്തിരുന്ന ഒരു മകന് വേണ്ടി ആ ദൈവം പറഞ്ഞ വാഗ്ദത്വം കഴിഞ്ഞിട്ട് 25 വർഷം കാത്തിരുന്നതിൻ്റെ ഫലമായിട്ട് ആണ്. ചിലപ്പം ഈ വിഷയം 38 വർഷം വേണമായിരുന്നു ഇവനൊരു വിടുതൽ വേണമെങ്കിൽ. അവൻ കുളക്കരയിൽ അതുവരെ കടന്ന് കഷ്ടത അനുഭവിച്ചു, നിന്ന അനുഭവിച്ചു, പരിഹാസം അനുഭവിച്ചു. ഇവനെ കാണുന്നവരൊക്കെ നിന്ദിക്കാൻ തുടങ്ങി. നീ ഇത്രയും നാൾ വന്നിട്ട് നിനക്കൊരു വിടുതലില്ലല്ലോ, പല രോഗികളും സൗഖ്യമായി പോയല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം ആ സമയം തന്നെ അത്ഭുതം പ്രവർത്തിക്കാനിടയായെങ്കിൽ അവൻ അങ്ങനൊരു വിശ്വാസം, കർത്താവ് എന്നെ വന്ന് സൗഖ്യമാക്കുമെന്നൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. കർത്താവ് രോഗസൗഖ്യത്തിന് നമുക്ക് 3 കാരണങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, സൗഖ്യമാകുന്ന രോഗികളുടെ ഒരു വിശ്വാസം, സൗഖ്യമാകുന്ന ആ വ്യക്തിയുടെ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. മത്തായി 9:27-29 നമുക്ക് കാണുന്നുണ്ട്. 2, രോഗിക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിശ്വാസം, മത്തായി 5:5. 3, നമുക്ക് സൗഖ്യമാക്കുവാൻ കടന്നുപോയി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ രോഗസൗഖ്യം നമുക്കവിടെ കാണാം. എന്നാൽ കർത്താവിന് ഇതൊന്നും വേണ്ടി വരുന്നില്ല. ലോകരക്ഷിതാവായ കർത്താവായിരുന്നല്ലോ അവിടെ ചെന്ന് ഈ മനുഷ്യനെ സൗഖ്യമാക്കിയത്. എന്നാൽ കർത്താവ് വിശ്വാസത്തോടെ കടന്നുപോയി അവനോട് പറഞ്ഞു, നിൻ്റെ കിടക്ക എടുത്ത് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് അവിടെ അന്നേരം തന്നെ രോഗസൗഖ്യം പ്രാപിച്ചു നമുക്ക് കാണാൻ കഴിയുന്നു. ഒരിക്കലും ആ ദേശത്തൂടെ കടന്നു പോകാത്ത വ്യക്തിയൊന്നുമല്ല കർത്താവ്. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് കടന്നു വന്നു. ഏതെങ്കിലും വിഷയം 38 വർഷം അല്ലെങ്കിൽ 25 വർഷം 3 വർഷമോ 4 വർഷമായിട്ട് മറുപടിയില്ലാതെ ഏതെങ്കിലും വിഷയം പ്രാർത്ഥിച്ച് തളർന്നവരാണോ, നിങ്ങൾ വിട്ട വിഷയമാണോ, ഈ വിഷയത്തിന്മേൽ എനിക്കൊരു വിടുതലില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വിടുതലുമായിട്ട് കടന്നുണ്ട്. ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നു? തലമുറയുടെ വിഷയമാണോ, അല്ലെങ്കിൽ ഒരു ജോലി വിഷയമാണോ, ഭാവി വിഷയമാണോ, ഏത് വിഷയത്തിന്മേൽ പോരാടി പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്നെ കേൾക്കുന്നെങ്കിൽ ആ വിഷയത്തിന്മേൽ നിനക്ക് വിടുതലയിക്കാൻ ശക്തനായ ഒരു ദൈവം, നിന്നെയും നടത്തുന്ന ദൈവം നിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ ആ വിഷയത്തിന്മേൽ ശന്തൽ പ്രബലാതി നിനക്ക് മറുപടിയുമായിട്ട് കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. ഡമന കടകൽ പ്രബലാതി കക്ഷക്കടകല സന്തൽ കടകലാതി റീവൽ കടകലാതി. അവനെ 38 വർഷക്കാലം പ്രതീക്ഷയോടെ കുളക്കടവിൽ കിടക്കുവാണ്. ഏതെങ്കിലും ഒരു സമയം എനിക്ക് കുളത്തിൽ ചാടാൻ കഴിയും. അവൻ്റെ ഒരു വിശ്വാസം അതായിരുന്നു. കുളത്തിൽ ചാടിയാൽ ഞാൻ വിടുതൽ പ്രാപിക്കും. അവൻ ആശ്രയിച്ചത് മുഴുവനും ആ കുളത്തെയായിരുന്നു. അവൻ ആശ്രയിച്ച മുഴുവനും ആ വെള്ളത്തെയായിരുന്നു. അല്ലെങ്കിൽ അവൻ ആശ്രയിച്ചത് ഒരു ദൂതൻ ഇറങ്ങി വരും. അവൻ വിശ്വസിച്ച് അങ്ങനെ തന്നെ വിശ്വസിച്ചു. എന്നാൽ അവൻ ദൈവത്തെ വിശ്വസിച്ചില്ലായിരുന്നു. എന്നാൽ കർത്താവ് കടന്നുപോയി ഉടനടി അവന് വിടുതൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാളുകളിൽ ഡമനകടകൾ പ്രൗഢലാതി കക്ഷക്കടകല സന്തൽ കടകലാതി ഉടനടി നിനക്ക് വിഷയത്തിന് വിടുതൽ തന്നില്ലെങ്കിലും 38 വർഷക്കാലമായോ 50 വർഷക്കാലമായോ അതോ 25 വർഷക്കാലമായോ അതോ 18 വർഷക്കാലമായോ അതോ 12 വർഷക്കാലമായോ ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ഉടനടി മറുപടി തരാൻ ശക്തനായ ഒരു ദൈവം നിൻ്റെ അടുക്കലുണ്ട്. നമുക്ക് കാണാൻ കഴിയും 12 വർഷക്കാലമായിട്ട് ഏറിയ വൈദ്യന്മാരാൽ ശുശ്രൂഷ എല്ലാം ചെയ്തിട്ടും അവിടെ മുതൽ മുഴുവനും നഷ്ടപ്പെട്ടു, അവിടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, അവിടെ തൊലിയുടെ ചുളുക്കം, അവിടെ ശരീരത്തിലുള്ള എല്ലാ തൊലിക്കും ചുളുക്കമായി, അവിടെ ശരീരത്തിൽ ഇനി ഒന്നും എല്ല് മാത്രമേ അവിടെ ജീവിതത്തിലുള്ളൂ. അവൾക്ക് നിന്നയും പരിഹാസവും അല്ലാതെ അവിടെ ജീവിതത്തിൽ ഒന്നുമില്ല. നീ ഇത്രയും നാൾ നടന്നിട്ട് നിൻ്റെ മുതൽ നഷ്ടപ്പെട്ടിട്ട് നിനക്ക് സൗഖ്യമില്ലാത്തതെന്തെന്ന് ചോദിച്ചവരുടെ മധ്യത്തിൽ അവൾ ഓടിപ്പോയി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേലെ ഡമനകടകൾ പ്രബലാതി ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞ ആ
ആ വചനത്തിൻ്റെ ആ മേളിലേക്ക് അവൾ കൈ വെച്ചിട്ട് അവൾ മാറി നിന്നപ്പോൾ തക്ഷണം അവിടെ രോഗസൗഖ്യം അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞ് എന്നെ ആരാണ് തൊട്ടതെന്ന് ചോദിച്ചു. എന്നെ തൊട്ടതാരാണെന്ന് ചോദിച്ചപ്പോൾ അവൾ വിറച്ചും കൊണ്ട് ഓടിപ്പോയി കർത്താവിൻ്റെ കാൽക്കൽ വീണപ്പോൾ കർത്താവ് പറഞ്ഞു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്താലോ പീഡയാലോ നിന്നയാലോ ഭാരത്താലോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനാലോ ഒക്കെ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ ശക്തനായ ദൈവമാണ്. നീ ഓടിച്ചെന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് കിടക്കുവാൻ നിനക്ക് ഇഷ്ടമുണ്ടോ, മനസ്സുണ്ടോ? ഡമനകടകൾ പ്രബലാതി കക്ഷക്കടകല സന്തർക്കടകലാതി നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സമയത്ത്, നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ കഴിവുള്ളൊരു ദൈവം നിൻ്റെ കൂടെ കടന്നു വന്നിട്ട് മകളെ എന്ന് വിളിക്കുന്ന ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. അതിനുശേഷമായിട്ട് നമുക്ക് കാണാൻ 18 വർഷക്കാലമായിട്ട് ഒരു സ്ത്രീ ദേവാലയം വിടാതെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൾ ആരാധനയും പ്രാർത്ഥനയും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ ദേവാലയത്തിൽ അവൾക്ക് വേണ്ടി മാത്രം കർത്താവ് ചെന്ന ദേവാലയത്തിൽ അവൾക്ക് വേണ്ടി കടന്നു ചെന്നിട്ട് അവളോട് പറഞ്ഞു, മകളെ, നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നെന്ന്. ബന്ധിക്കപ്പെട്ട ജീവിതമായിട്ട് ആരെങ്കിലും കൂനുകളായാലും കുടുക്കുകളായാലും ഏതെങ്കിലും ക്യാൻസറുകളായാലും എയ്ഡ്സ് രോഗികളായാലും ഹാർട്ട് രോഗികളായാലും കിഡ്നി രോഗികളായാലും ഷുഗർ പ്രഷർ അതുപോലുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്ന് വീഴുവാൻ തയ്യാറാണോ? നീ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്ന് വീഴുവാൻ റെഡിയാണെങ്കിൽ ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഡമനകടകൽ പ്രൗഢലാതി കക്ഷക്കടകല സന്തൽ കടകലാതി. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക കുരുടരെ കർത്താവ് സൗഖ്യമാക്കി, അനേക ചെകിടർക്ക് കർത്താവ് കേൾവി കൊടുത്തു, അനേക മുടന്തന്മാരെ കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെ അനേക കാര്യങ്ങൾ കർത്താവ് ചെയ്തതാണ്. ഈ പുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടില്ലെങ്കിലും ഡമലകടകൽ പ്രൗഢലാതി കക്ഷക്കടകല സന്തൽ കടകലാതി കർത്താവിനെ അനുഗമിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അത് ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് ദൈവവചനത്തിൽ കൂടി പറയുന്നത്. ആ ദൈവവചനത്തിൻ്റെതായ ആ ഇളക്കം കാത്തു കിടന്നതായ ആ രോഗിയെ ദൈവം സൗഖ്യമാക്കിയെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ശന്തൽ പ്രൗഢലാതി റീമനകടകൽ പ്രൗഢലാതി കക്ഷക്കടകല സന്തൽ കടകലാതി. അവർ വിശ്വസിച്ചിരുന്ന ഇതായിരുന്നു. അവരിങ്ങനെ വിശ്വസിച്ച് ഓരോരോ മണ്ഡപത്തിൽ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക സ്ഥലത്തെ ഹോസ്റ്റലുകളിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകമായൊരു സ്ഥലത്തായിരുന്നു അവർ നിരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ശയനമുറി എന്നൊക്കെ പറയും അതിന്. അവരുടെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇതായിരുന്നു. അവിടെ അവരിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ദർശനത്തിൽ ദൈവം വന്നിട്ട് അവരോട് പറയുമെന്ന്, എങ്ങനെയാണ് നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നതെന്നൊക്കെ. അങ്ങനെയൊക്കെ അവർ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ അതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വിടുതൽ, അതുവരെയും കണ്ടിട്ടില്ലാത്തത് ഇടമനകടകൾ അറിവ് ഈ രോഗിക്ക് ദൈവം സൗഖ്യമാക്കുവാൻ സൗഖ്യത്തോടുകൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവൻ ആരെന്നോ എവിടുത്തുകാരനെന്നോ ഇവൻ്റെ നിറമോ മണമോ അവൻ്റെ ഗുണമോ വിദ്യാഭ്യാസമോ അവൻ്റെ കുടുംബ പാരമ്പര്യമോ അവൻ ഏത് ജാതിയാണ് ഏത് മതത്തിൽപ്പെട്ടവനാണെന്നൊന്നും കർത്താവ് ചോദിച്ചില്ല. ഏത് ജാതി, കർത്താവിന് 2 ജാതി മാത്രമേ, ആണും പെണ്ണിനെ മാത്രമേ കർത്താവ് ഏതേൻ തോട്ടത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ദൈവജനമേ. കർത്താവ് അവനോട് ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, നീ പൗലോസിൻ്റെ മോനാണോ പത്രോസിൻ്റെ മോനാണോ, നിൻ്റെ കുടുംബ പാരമ്പര്യം എത്ര എന്നൊന്നും കർത്താവിനോട് ചോദിച്ചില്ല. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവാത്മാവ് ഇന്ന് രാത്രികാലം നിങ്ങളോട് ചോദിക്കുന്നു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്കും ഒന്ന് മടങ്ങി വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? നീ ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? പാദപീഠത്തിലേക്ക് അണഞ്ഞു വരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും.